Hi dears, welcome to my YouTube channel. Standard 8 Social Science 6th chapter Resource Utilization and Sustainability അഥവാ വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന പാഠഭാഗമാണ് ഞാനിവിടെ എടുക്കുന്നത്. 5th ചാപ്റ്ററിൻ്റെ വീഡിയോസ് 3 പാർട്ടുകളായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പേജിൽ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ മക്കളെ? ഇതെന്തിൻ്റെ ചിത്രമാണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ദിസ് ഈസ് ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഗോൾഡ് മൈൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണിത്. എന്താ സ്വർണ്ണഖനി അഥവാ ഗോൾഡ് മൈൻ? സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലം. കർണാടകത്തിലെ ഉറിഗം ഗ്രാമത്തിലാണ് ഈ കോളാർ ഖനി സ്ഥിതി ചെയ്യുന്നത്. ലൊക്കേറ്റഡ് ഇൻ ദി ഉറിഗം വില്ലേജ് ഓഫ് കർണാടക. ഈ കോളാർ ഖനിയെ ഇന്ന് അറിയപ്പെടുന്നത് കോളാർ ഗോൾഡ് ഫീൽഡ് അഥവാ KGF എന്നാണ്. എന്താണ്? കോളാർ ഗോൾഡ് ഫീൽഡ് അഥവാ KGF. ഇന്ത്യയിലെ വെരി ഓൾഡസ്റ്റ് ഇൻഡസ്ട്രിയൽ സിറ്റീസിൽ ഒന്നായി കർണാടകയിലെ കോളാർ ഖനി മാറിയത് എന്തുകൊണ്ടാണ്? വൻ സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ്. ഓക്കെ അല്ലേ? ഫോർ വാട്ട് പർപ്പസസ് ഗോൾഡ് ഈസ് ബീങ് യൂസ്ഡ്? സ്വർണം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്? മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ്, വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന്, ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്, ഔഷധ നിർമ്മാണത്തിന്. ഇനി ഒന്ന് നമുക്ക് ആഡ് ചെയ്യാം. എന്താ ആഡ് ചെയ്യാം? ജ്വല്ലറി മേക്കിംഗ്, ആഭരണ നിർമ്മാണത്തിന് തുടങ്ങി പല ആവശ്യങ്ങൾക്കും നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ഗോൾഡ്, ക്യാൻ യു മെൻഷൻ അതർ മെറ്റീരിയൽസ് യൂസ്ഡ് ടു മീറ്റ് ദ നീഡ്സ് ഇൻ അവർ ഡെയിലി ലൈഫ്? സ്വർണത്തിന് പുറമെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? സിൽവർ, അയൺ, എയർ, വാട്ടർ, സോയിൽ എക്സെട്ര. അതായത് വെള്ളി, ഇരുമ്പ്, വായു, വെള്ളം, മണ്ണ് തുടങ്ങിയവയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത്. ഈ ഭാഗം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വരാവുന്നതാണ്. ശ്രദ്ധിക്കുക. വിഭവം അഥവാ റിസോഴ്സ് എന്നാൽ എന്താണ്? ദാറ്റ് ഈസ് എൻവിറോൺമെൻ്റലി അവൈലബിൾ, ടെക്നോളജിക്കലി അക്സസബിൾ, കൾച്ചറലി അക്സെപ്റ്റബിൾ ആൻഡ് capable ഓഫ് മീറ്റിംഗ് അവർ നീഡ്സ് ഈസ് കോൾഡ് എ റിസോഴ്സ്. ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതും പ്രകൃതിയിൽ ലഭ്യമായതും സാങ്കേതിക സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതിനെയും വിഭവം എന്നും വിളിക്കാം. അതായത് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതും പ്രകൃതിയിൽ ലഭ്യമായതും ടെക്നോളജിക്കലി കൾച്ചറലി അക്സെപ്റ്റബിളുമായ എന്തിനേയും നമ്മൾ വിഭവം എന്ന് വിളിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ, resources can be mainly classified into natural resources and man-made resources. ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായും പ്രകൃതി വിഭവങ്ങൾ അഥവാ മനുഷ്യനിർമ്മിത വിഭവങ്ങൾ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് മാൻ-മെയ്ഡ് റിസോഴ്സസ്. റിസോഴ്സസ് ഒബ്റ്റൈൻഡ് ഫ്രം നാച്ചർ. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ അഥവാ നാച്ചുറൽ റിസോഴ്സസ്. എന്നാൽ മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങളാണ് മനുഷ്യനിർമ്മിത വിഭവങ്ങൾ. റിസോഴ്സസ് മെയ്ഡ് ബൈ ഹ്യൂമൻ ബീങ്. ഇനി ഇവയുടെ എക്സാമ്പിൾസ് നോക്കാം. നാച്ചുറൽ റിസോഴ്സസിനുള്ള എക്സാമ്പിൾസ് ആണ് എയർ, മിനറൽസ്, വാട്ടർ, സൺലൈറ്റ്, സോയിൽ ആൻഡ് ഫോറസ്റ്റ് എക്സെട്ര. എക്സാമ്പിൾ ഓഫ് man-made resources are roads, machines, buildings, bridges എക്സെട്ര. അപ്പോൾ
നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് മാൻമെയ്ഡ് റിസോഴ്സസ് മനസ്സിലായല്ലോ. ഇതിൻ്റെ ഡിഫറൻസസ് അതുപോലെ എക്സാമ്പിൾസ് നന്നായി പഠിക്കുക. ഈ ഭാഗവും എക്സാമിന് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ശ്രദ്ധിക്കൂ, ടീച്ചർ ഒന്ന് വായിക്കാം. The availability and renewability of natural resources varies. Resources can be classified into two categories based on their renewable potential. First one, renewable resources. Resources that do not get depleted after use and can be reused are renewable resources. These are resources that are continuously produced in nature and are always readily available to man. Sunlight, wind, and waves are examples of such resources. Second one, non-renewable resources. Non-renewable resources have been formed over millions of years and they decrease in quantity with use. Examples of such resources include iron, gold, coal, and petroleum. പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായി തരംതിരിക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണിവ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തേത്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെ പുനഃസ്ഥാപന ശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, റിന്യൂവബിൾ റിസോഴ്സസ്. രണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഈ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നില്ലേ? ഉപയോഗിച്ചാൽ തീർന്നു പോകില്ല, പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അതുകൊണ്ട് തന്നെ മനുഷ്യന് സുലഭമായി ലഭിക്കുന്നു. ഇവയാണ് റിന്യൂവബിൾ റിസോഴ്സസ് അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. ഉപയോഗിച്ചാൽ തീർന്നു പോകാത്തതും മനുഷ്യന് സുലഭമായി ലഭിക്കുന്നതുമായ റിസോഴ്സസ് ആണ് റിന്യൂവബിൾ റിസോഴ്സസ്. മനസ്സിലായോ? ഇനി എക്സാമ്പിൾ നോക്കാം. സൺലൈറ്റ്, വിൻഡ്, വേവ്സ്. ഓക്കെ. നെക്സ്റ്റ്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് രൂപം കൊള്ളുന്നത്. മാത്രമല്ല ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറയുന്നത് അല്ലെങ്കിൽ കഴിയുന്നതാണ് ഏത്? നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഇതിന് ഉദാഹരണമാണ് ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം എന്നിവ. ഈ ഭാഗത്ത് എയർപോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് എയർപോർട്ടാണെന്ന് നമുക്ക് നോക്കാം. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈസ് ദ ഫസ്റ്റ് എയർപോർട്ട് ഇൻ ദി വേൾഡ് to run entirely on solar energy. It is the first airport in India to be started as a public-private partnership initiative. ഇവിടെ സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് ഏത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, അതായത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. മറ്റൊന്ന്, പൊതുമേഖല സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെ, അതായത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളവും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്.
അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഭാഗത്തിൻ്റെ നോട്ട് വൃത്തിയായി എഴുതിയെടുക്കുക, നന്നായി പഠിക്കുക.